മുഖം കണ്ടിട്ട് പന്നിയായിട്ട് തോന്നുന്നുണ്ട്. എല്ലാ കമന്റിന്റെ താഴെയും പറ്റും ഇവളൊരു പിഴച്ചു പറ്റത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൊട്ടും. പൂ കൂട്ടിയിട്ടല്ലാതെ ഒരു വോയിസിൽ അവൻ എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ഷിംജിതയാണ് പോലും. ഷിംജിത അങ്ങോട്ട് പോയി തട്ടിയതുപോലെ ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. പിന്നെ അമ്മ, അനിയത്തി അങ്ങനെ ചെയ്യും. ഏതൊരു 16 വയസ്സുള്ള കുട്ടിയുടെ വായിന്ന് വരുന്നതൊന്നുമല്ല ഞാൻ കേട്ടത്. ഫുള്ള് തെറി. വീട്ടിൽ എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കത് കണ്ടാ മതി. മോനെ നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് ചോദിക്കണമല്ലോ. ഇപ്പോഴും അതെൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. ഞാൻ അത്രയും കേട്ട്. എൻസ് കമ്മീഷൻ രാഹുൽ ഈശ്വറിനെ വിളിക്കാൻ പറ്റും. ഞാൻ രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ടുണ്ട്. കുട്ടികൾ എന്താ പറയുക, ഒരാളെ കൊന്നാൽ പോലും കേസില്ല. പിന്നെ എന്തിനാണ് ഈ ജുവനൈൽ ഹോം എന്ന് ചോദിച്ചില്ല? ഞാൻ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. 2-3 പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രശ്നമൊക്കെ പോയി പറയുമ്പോൾ അവർക്ക് പുച്ഛ. ഈ ഇത്രയും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഈ ഒരാളെ വിളിപ്പിക്കാൻ നമ്മുടെ കേരള പോലീസിനെ പറ്റുന്നില്ലേ? ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ ബ്ലേസ് മലയാളം. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ കാരണം തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ ലേക്കുട്ടിയാണ്. ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ലെവലിലേക്കൊക്കെ എത്തിയത്? ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ തുടങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. ഒന്നാമത് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നിനക്ക് പറ്റും എന്ന് പറഞ്ഞ് അവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ ശരി സത്യം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ യൂട്യൂബിലാണ്. കാരണം എല്ലാവരും തുടക്കം യൂട്യൂബിലായിരിക്കും. പക്ഷേ യൂട്യൂബിൽ എനിക്ക് അങ്ങോട്ട് പച്ച പിടിക്കാൻ പറ്റിയില്ല. അതേ വീഡിയോ ഞാൻ യൂട്യൂബിൽ 1K ഒക്കെ അടിച്ച വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുവന്നിടുമ്പോൾ അതിൽ 3K 2K ഒക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ, ഇത്രയും കയറുന്നുണ്ടല്ലോ. അന്ന് എനിക്കതൊക്കെ ഭയങ്കര ഒരു വലിയൊരു കാര്യമായിരുന്നു. പിന്നെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് എത്രത്തോളം ആൾക്കാരിലേക്ക് നല്ല നല്ല വീഡിയോസ് കൊടുക്കാം, എത്രത്തോളം നന്നായിട്ട് സംസാരിക്കാം, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാം. ഞാൻ കണ്ണൂർ, കോഴിക്കോട് ആ ഒരു സ്ലാങ്ങാണ്. അപ്പം അതിന്നൊക്കെ മാറി എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ, കോട്ടയത്താണോ എറണാകുളത്താണോ? കാരണം സ്ലാങ് കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവത്തില്ല ഞാനൊരു കോഴിക്കോടുകാരിയാണ് അല്ലെങ്കിൽ കണ്ണൂരുകാരിയാണ്. എനിക്ക് മനസ്സിലാവും. അങ്ങനെ മാറ്റിയതാണോ അല്ലെങ്കിൽ അല്ലാതെ? സ്ലാങ് അങ്ങനെ മാറ്റിയതല്ല, സംസാരിച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ സ്ലാങ്ങും ഓട്ടോമാറ്റിക്കലി മാറും. അപ്പം അങ്ങനെ എനിക്ക് കൂടുതലും ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാവർക്കും മനസ്സിലാവും. മറ്റേ സ്ലാങ്ങൊക്കെ കുറച്ചും കൂടി ആൾക്കാർ കണ്ണൂർ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷെ എന്താ പറയുക, ഇതാകുമ്പോൾ നല്ലൊരു സംസാരം. എല്ലാവരും പറയാറുണ്ട് സംസാരം കൊള്ളാം എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കും സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ സംസാരിച്ച് പോകും. അപ്പോൾ വീഡിയോസ് ചെയ്ത് ഫസ്റ്റ് ക്ലിക്കാവുന്നൊരു വീഡിയോ, അതും കോൺട്രവേഴ്സിയല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട് പറതിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു പട്ടിയുണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുക, എന്തോ കുടുംബക്കാരാണോ അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരാൾ വന്നിട്ട് മതമൊക്കെ അതിൻ്റെ അകത്തിരുന്ന് എന്താ പറയുക അറബിയൊക്കെ പറയുമോ. ഞാൻ എന്താ സംഭവം. അപ്പം ഞാൻ അങ്ങനെയാണ് അങ്ങനത്തെ ആ ഒരു വീഡിയോ എത്ര 20K വ്യൂസൊക്കെ വന്നു. ഞാൻ ചോദിച്ചു അത് എന്താ പറയുക, ഞാൻ അവളെ മീൻസ് എൻ്റെ ഫ്രണ്ടല്ലേ, ഞാൻ നോർമലായിട്ട് അവളെ വിളിക്കുന്ന പോലെ പട്ടി എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ നമ്മളെ ഫ്രണ്ട്സിനെ, അങ്ങനെ വിളിച്ചാണ്. അപ്പം ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് വീഡിയോ ചെയ്തിട്ടാണ് പറഞ്ഞു, ചേട്ടാ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്, അവൾക്കതൊരു പ്രശ്നമില്ലാത്തടത്തോളം എനിക്കതൊരു കുഴപ്പമില്ല, ചേട്ടന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇരുന്ന് മതം പറച്ചിലായി. അപ്പം ഞാൻ ഒരാൾ മാത്രമാണ് ഒരാൾ മാത്രം. അന്നേരം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ആ മുസ്ലിം കുട്ടിയാണ് വീഡിയോ ചെയ്തത് എന്ന് ഞാൻ വിചാരിച്ചു, അവൾ ചെയ്തതാണെന്ന് വിചാരിച്ചു, താൻ ചെയ്തതാണെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മതമല്ലേ അവിടെ പറയുന്നത്, എന്ത് പറയാനാ. അപ്പം അങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മറ്റേതായിരുന്നു ഏറ്റവും ക്ലിക്കായ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആ 16 വയസ്സുള്ള കുട്ടിയില്ലേ, അന്ന് ഞാൻ കേസ് കൊടുക്കാൻ പോയതാണ്.
അത് അത് ആ സമയത്ത് ഭയങ്കരമായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഒരു 16 വയസ്സുള്ള കുട്ടിയുടെ വായിന്ന് വരുന്നതൊന്നുമല്ല ഞാൻ കേട്ടത്. അതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ കാരണം ഉണ്ടല്ലോ, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതേപോലെ തന്നെ ഞാനും അവനും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പക്ഷെ വന്നിട്ട് എം വെച്ചിട്ട് തെറി കമൻറ്റ് ഇട്ടു. അപ്പം തന്നെ ഞാൻ പിടിച്ചിട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞു സ്റ്റോറി ഇട്ടപ്പോൾ അവൻ പ്രൊവോക്കായി. അപ്പോൾ ഇവൻ പറഞ്ഞു ഫുള്ള് തെറി, വീട്ടിൽ എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും. ഇവൻ്റെ സംസാരം കേട്ട ഒരിക്കലും 16 വയസ്സുള്ള കുട്ടിയാന്ന് പറയേയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആവും, കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ അവിടെ പോയപ്പോഴാണ് സാർ ആധാർ കാർഡ് അയച്ചു തന്നപ്പോൾ ഞാനും ഞെട്ടി, പോലീസുകാരും ഞെട്ടി. ഇത് 16 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന പോലെയാണോടാ നീ സംസാരിക്കുന്നതെന്ന് പോലീസുകാർ എന്നെ ചോദിച്ചു. അപ്പോൾ അത് സാറേ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതവിടെ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയുടെ ആ കേസ് കൊണ്ട് മുന്നോട്ട് പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടികൾ എന്താ പറയുക ഒരാളെ കൊന്നാൽ പോലും കേസില്ല. പിന്നെ എന്തിനാണ് ഈ ജുവനൈൽ ഹോം എന്ന് ചോദിച്ചില്ലേ? ഞാൻ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. 2-3 പ്രാവശ്യം ഞാൻ കയറി ഇറങ്ങി. എന്തെങ്കിലുമൊക്കെ നടക്കുമോ, എന്താ പറയുക, എനിക്കൊന്ന് കണ്ടാൽ മതി മോനെ, നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നൊന്ന് ചോദിക്കണമല്ലോ. കാരണം എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ചീത്ത വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടിയാണ്. ഇപ്പോഴും അതെൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ്. ഞാൻ അത്രയും കേട്ട് ഒരാവശ്യമില്ലാതെ ഒരു തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരു ചെക്കൻ്റെ വായിലിരുന്ന് ഞാൻ ഇത്രയും കേട്ടു. എന്തിന്? ഞാനൊരു വീഡിയോ ചെയ്തതിന്. ഞാൻ നോർമലായിട്ട് അതെന്തായിരുന്നു ആ വീഡിയോ എന്താ, ഞാൻ ഡാൻസ് ചെയ്യുന്ന എന്തോ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഡാൻസ് കളിച്ചൂടെ അറിയാൻ വേണ്ടിയിരിക്കാം. ഒന്നാമത് എൻ്റെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് ബോഡി ഷെയിം ചെയ്തു പോകും. മറ്റേതൊരു ഇന്നലെയും കൂടി ഞാൻ കണ്ടതാണ്, ഒരു പന്നീൻ്റെ ഒരു ഫേസ് വെച്ചിട്ടുള്ള GF ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കും എൻ്റെ മുഖം കണ്ടിട്ട് പന്നിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എന്ത് പറയാനാ, ഇവരൊക്കെ നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. കാരണം ചെറിയ 13 വയസ്സുള്ള ചെക്കന്മാരൊക്കെ അയക്കുന്ന ആളാണ്. എന്താണ് ഇവൻ്റെയൊക്കെ പ്രശ്നം? ഇവരെ എന്താ പറയുക ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കണ്ടൻസ് ആയിട്ട് പോകുന്നു, ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു. ഞാൻ ദിവസവും വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇപ്പോൾ പലരും പറഞ്ഞ പോലെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ മതി എന്ന് പലരും പറഞ്ഞ പോലെ എനിക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കാൻ പറ്റത്തില്ല. എനിക്ക് ആകെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് പ്രൊമോഷൻ വരുമ്പോൾ 1000, 1500, 2000 ഈ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടും. അതും എപ്പോഴെങ്കിലുമൊക്കെയാണ്. അല്ലാതെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞത് അത് ഞാൻ ഒരു ടൈമിൽ ഇങ്ങനത്തെ കമൻസുകൾ 2-3 വീഡിയോസിലായിട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കേസ് കൊടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ കേസ് കൊടുത്തൊന്നും ആവാൻ പോകുന്നില്ല. ഒരു കേസ് കൊടുത്തു, ഞാനിങ്ങനെ സ്റ്റേഷനിൽ കയറി ഇറങ്ങല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ വർക്കിന് വന്നതുകൊണ്ട് തന്നെ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും? എനിക്കിത് ആരാന്നറിയണം, എന്നോട് ഇത്ര ശത്രുത എന്തിനെന്ന് എനിക്കറിയണ്ടേ. അപ്പം ഞാനിങ്ങനെ ഹക്കീം എന്ന് പറയുന്ന ചാനൽ, എൻ്റെ ഗസറ്റ്, സീക്രട്ട് ഏജൻറ്റ്, ഹലോ മല്ലു, പിന്നെ ആരാ, ഹെലൻ ചേച്ചി, ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവർ കണ്ടിട്ടില്ല. ഹലോ മല്ലു ചേട്ടനൊക്കെ പറഞ്ഞു ഞാൻ കണ്ടില്ലടി, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്, പക്ഷെ നിന്നെ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് ആകെ റിപ്ലൈ തന്നത് ഹക്കീം എന്ന് പറയുന്ന എൻ്റെ ഗസറ്റ് എന്ന് പറയുന്ന ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബോട്ട് കമൻസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്താ പറയുക അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ മതി. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അക്കൗണ്ട് പ്രൈവറ്റ് ആക്കാതെ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? കാരണം എനിക്ക് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. പ്രൊമോഷൻ വീഡിയോസ് മീൻസ് എനിക്ക് ആ ഒരു പ്രൊമോഷൻ വീഡിയോസ് കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു നേരത്തെ അരി വാങ്ങാൻ പറ്റുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ അമ്മയ്ക്ക് എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് വാങ്ങാൻ പറ്റുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് പറ്റും? കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തെങ്കിലും യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എനിക്ക് ഇപ്പോൾ കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞ കാര്യമാണ്, നീ എന്നെ അരി വാങ്ങി തിന്ന്. ഞാൻ പറയാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല. ആൾക്കാർ ഏത് ഇൻഫ്ലുവൻസേഴ്സിനാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും കിട്ടുകയില്ല.
ഇങ്ങനത്തെ പ്രൊമോഷൻസ് ബ്രാൻഡ് പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലാതെ നമുക്ക് പ്രൊമോഷൻസ് ഒന്നും മറ്റേതായിരുന്നു അല്ലാതെ ഇൻസ്റ്റാഗ്രാം നമുക്ക് ഫണ്ടൊന്നും തരത്തില്ല. പിന്നെ മറ്റേതായിരുന്നു ഈ കൊളാബ് കാര്യങ്ങൾ, എനിക്ക് ഡ്രസ്സ് ഒരു പേജിൽ നിന്ന് മാത്രമേ അയച്ചിട്ടുണ്ടായുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ജ്വൽസൊക്കെ കിട്ടാറ്. അപ്പോൾ അതൊന്നും നമ്മൾ വാങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ അവർ തുടങ്ങിയ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് തുടങ്ങുന്നവരായിരിക്കും. അവരെടുത്ത് ചെന്നിട്ട് ഞാനിപ്പോൾ പറയാം 2000 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ 1000 എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. എനിക്കത് സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം കഷ്ടപ്പാട് എന്താണ്. അപ്പോൾ പിന്നെ അവരെടുത്ത് ഞാൻ ചെന്നിട്ട് ബാർഗൻ ചെയ്യാനൊന്നും ഞാൻ നിൽക്കാറില്ല. നിങ്ങൾ അയച്ചോ, ഞാൻ എൻ്റെ അഡ്രസ്സ് അയച്ചുതരാം എന്നെ പറയാറ്. അത് അല്ലെങ്കിൽ എനിക്ക് കൊളാബ് വന്നവർ പറയട്ടെ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ കൊളാബ്സിന് റേറ്റ് വാങ്ങാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവരും കൂടെ ചോദിക്കും, എന്താ പറയുക എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ തന്നെ പറയും. അല്ലാതെ എനിക്കിതിൻ്റെ അകത്ത് നിന്ന് ലക്ഷ്യങ്ങളൊന്നും കിട്ടുന്നില്ല. ആ പറഞ്ഞ 16കാരൻ ആരാണെന്ന് കണ്ടുപിടിച്ചോ? അറിയാം, ഫോട്ടോൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരൻ്റെ അമ്മേനെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. പുള്ളിക്കാരൻ എന്താ ചെറിയ കുട്ടിയാണ്, അവൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, പെണ്ണുങ്ങൾ ഒന്നും പറയാതെ ആണുങ്ങളൊന്നും പറയത്തില്ല തിരിച്ച്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് ഇവിടെ പറഞ്ഞത്, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നീ തെറി വിളിച്ച ഓഡിയോ ഞാൻ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ തെറി വിളിച്ച ഒരു ഓഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്ക് കേൾപ്പിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്. നീ എൻ്റെ മോനെ അങ്ങോട്ട് ചെന്ന് ഒന്നും പറയാതെ അവൻ നിന്നെ ഒന്നും പറയത്തില്ല, ഒരു പെണ്ണൊന്നും പറയാതെ ഒരാണ് പറയത്തില്ലെന്ന്. ഞാൻ വിചാരിക്കുക എന്താ ആണിന് വായില്ലേ, പെണ്ണ് പറഞ്ഞാൽ മാത്രം ആണ് വായി തുറക്കുമോ എന്താണെന്ന് അറിയത്തില്ല. അന്ന് ഞാൻ ആകെ ഇത്രയൊക്കെ അവൻ ചെയ്തിട്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ റെക്കോർഡ് അയച്ചു തരാം, നിങ്ങളെ മോനെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ അയച്ചു തരാം. ഇത്രയും മോനെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മേനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എന്തൊക്കെയാണ് അവനന്ന് പറഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അന്ന് ആകെ മൈൻഡ് ഔട്ടായിപ്പോയി. ഞാൻ എന്നിട്ട് പറഞ്ഞു പോലീസുകാരുടെ അടുത്ത്, ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവരെന്നെ ഇതെന്താണ് ഇങ്ങനെയൊക്കെ അയച്ചിരിക്കുന്നത് എന്നുള്ളതിലാണ് വിളിച്ചിട്ട് ഞാൻ പേടിപ്പിക്കലേ ചെയ്തത്. പോലീസുകാർ പറഞ്ഞു നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് സാർ എനിക്ക് 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ആധാർ കാർഡ് അയക്കാൻ പറഞ്ഞപ്പോൾ ഒരു സൈഡ് മാത്രം അയച്ചു, ഒരു ഫോട്ടോൻ്റെ മീൻസ് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന മാത്രം സൈഡ് അയച്ചു. അപ്പോൾ ഇത് പോരാ, ഫുള്ളായിട്ടുള്ളത് അയക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയച്ചപ്പോൾ നോക്കുമ്പോൾ 16 വയസ്സേ ഉള്ളൂ. പക്ഷെ സംസാരം അങ്ങ് ഉണ്ട്. പിന്നെ അവൻ്റെ ഭാഗത്ത് പിന്നെ ഒരു ശല്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അതങ്ങ് പോയി. മീൻസ് എന്താ പറയുക, അതിൻ്റെ അപ്ഡേറ്റ് പറയാൻ ഞാനിതുവരെ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. എന്ത് അപ്ഡേറ്റ് പറയണ, കൊന്നാൽ പോലും കേസില്ല എന്ന് പറഞ്ഞ എന്ത് ഞാൻ അപ്ഡേറ്റ് പറയണം. ചോദിച്ചില്ല അവരോട്, ഒന്നും ചെയ്യാൻ പറ്റൂലേന്ന് ചോദിച്ചു. അവർക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ അവർക്ക് വിളിച്ച് പേടിപ്പിക്കാനോ ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതാണ് കാര്യം, നമ്മുടെ നിയമം അതാണ്. അല്ല അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ അപ്പൊ ജുവനൈൽ ഹോമിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, അതൊന്നും ചോദിച്ചില്ല. ഞാൻ എന്താ പറയുക, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുവനൈൽ ഹോമിൻ്റെ കേസ് എടുക്കാൻ പറ്റും. പക്ഷെ എന്താ പറയുക, പിന്നെ ഞാൻ ചെന്നപ്പോൾ അവർക്ക് അതിൻ്റെ മുകളിൽ മെനക്കെടാൻ വയ്യ. ഒന്നാമതില്ലേ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രശ്നമൊക്കെ പോയി പറയുമ്പോൾ അവർക്ക് പുച്ഛാണ്. ഞാൻ കണ്ടത് ഒരു സാറ് മാത്രം എന്നോട്, അല്ല 2 സാറുമാർ മാത്രം എന്നോട് നല്ല രീതിയിൽ എന്താ പറയുക കോപ്പറേറ്റ് ചെയ്തു. ബാക്കി എല്ലാവരും ഇതൊക്കെ എന്ത്, അക്കൗണ്ടിൽ നിന്ന് പ്രൈവറ്റ് ആക്കിയപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ നിന്നിട്ടല്ലേ, ഫേസ്ബുക്കിൽ എന്തിനാണ് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചത്. ഞാൻ പറയാം ഇൻസ്റ്റാഗ്രാമാണ് സാർ, ഫേസ്ബുക്കിൽ എന്തിനാണ് റിക്വസ്റ്റ് അയച്ചത്. ഇൻസ്റ്റാഗ്രാമെന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യം അറിയാം, ഞാൻ എന്ത് പറയാനാ. എന്നിട്ട് എന്താ പറയുക, ആ ഒരു വിനീത് എന്ന് പറയുന്നൊരു സാറുണ്ട് ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലുള്ള സാറാണ്. ആ സാറാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തത്. ഇത് കാലിക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ മതി, കാരണം അമ്മേനെ അനിയത്തിനൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ കൊടുത്തിട്ട് നമ്പറും അഡ്രസ്സും വെച്ച് കൊടുത്തവരെ പോലും പിടിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിറ്റായിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല, മലയാളിക്ക് മലയാളം അറിയില്ല, അതാണ് വിറ്റ്. ഞാൻ ചോദിച്ചു നീ എന്തിനാണ് അറിയാത്ത എന്നെ തെറി വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്
തെറി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഫേക്ക് അക്കൗണ്ടുകൾ ഞാനല്ല, കാരണം എനിക്ക് മലയാളം അറിയത്തില്ല. അപ്പോൾ തെളിവ് മലയാളം അറിയാത്തതാണ് ആ തെളിവ്. ഒരു മലയാളം അറിയത്തില്ല. ഒരു കാര്യം പറയാം, ഇപ്പോൾ ഏത് ചെറിയ കുട്ടിക്കും വെറുതെ ഫോൺ എടുത്തിട്ട് മറ്റേതായിരുന്നു മംഗ്ലീഷ് കീബോർഡ് എടുത്തിട്ട് വോയിസ് ആക്കിയാൽ ആ സാധനം അതേപടി വരും. അതിന് വലിയ ബുദ്ധിയുടെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ആ മംഗ്ലീഷ് കീബോർഡൊന്നും എൻ്റെ ഫോണിലില്ല, അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ന്യായീകരിക്കുക. തെറ്റ് ചെയ്തു, എല്ലാവരും പറയുന്ന കാര്യമാണ്, അവൻ തെറ്റ് ചെയ്തിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്തില്ലേ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്തില്ലേ തെറ്റ് ചെയ്തിട്ട്. ഒരു കാര്യം പറയാം, ചേച്ചി ഒരു തെറ്റ് ചെയ്തു, അതിന് ചേച്ചി ന്യായീകരിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. ഇങ്ങനെ ചെന്നിട്ട് എല്ലാവരും അടുത്ത് ചെന്നിട്ട് ഞാൻ എന്താ പറയുക എല്ലാവരും ബാഡ് കമൻറ്റ് ഇട്ടു, അതുകൊണ്ട് ഞാനും ഇട്ടു. എന്തിനാണ്? പേഴ്സണലി അറിയാത്ത ഒരാളെ പോയിട്ട് മോശം പറഞ്ഞിട്ട് എന്താണ് കിട്ടുന്നത്? അപ്പം നോർമലി ഇപ്പം ലേയുടെ ഇതൊരു റീല് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ യദുവിൻ്റെ കേസ് മാത്രം ഇത്ര സെൻസേഷണൽ ആയത്? തെറി, അതാണ് പ്രശ്നം. എനിക്കുണ്ടല്ലോ, എൻ്റെ ബോഡി ഷെയിം ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ബോഡി ഷെയിം ചെയ്താൽ പിന്നെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന GF ഇടുകയും ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മൂനെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടത് റാംബോനെയാണ്. റാംബോന് കാണാൻ നിന്നെപ്പോലെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് താടി മീശയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? താടി മീശയോ അല്ലെങ്കിൽ എന്നെ കാണാൻ റാംബോൻ്റെ പോലെ ഉണ്ടോ? ഞാനൊരാളാണോ? അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ അവൻ ആരാണ്? നിന്നെ കാണാൻ റാംബോൻ്റെ പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ GF ഇട്ടത്. ന്യായീകരണ സിംഗമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ചെയ്താലും ഇരുന്നിട്ട് അന്ന് ന്യായീകരിക്കുക. ഇതിനോട് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, എഴുതാൻ പോലും അറിയാത്തൊരാൾക്ക്, മലയാളം എഴുതാൻ പോലും അറിയാത്തൊരാൾക്ക് രാഹുൽ ഈശ്വറിനെ വിളിക്കാൻ പറ്റി. മെൻസ് കമ്മീഷൻ രാഹുൽ ഈശ്വറിനെ വിളിക്കാൻ പറ്റി. ഞാൻ രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം കൂടിയും എൻ്റെ ഒരു ചേച്ചി മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞാണ്, ഞാൻ ഹക്കീം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലെയർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു ചാനലാണ്, അപ്പോൾ നിങ്ങളതിൻ്റെ കട്ടിങ്സ് എന്തിനാണ് ഈ ഇൻസ്റ്റഗ്രാമിലിടുന്നത്? നിങ്ങളെ എന്താ പറയുക ചാനൽ കുറേ പേര് അറിയണം, നിങ്ങളെ കുറേ പേര് അറിയണം എന്ന് വെച്ചിട്ടല്ലേ, അല്ലാതെ വെറുതെ അല്ലല്ലോ. അത് എന്നിട്ട് എന്താ പറയുക അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയാൽ മതി എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി ഇവരെനിക്ക് ചോറ് വാങ്ങി തരുമോ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മൊത്തം കാര്യം ഇൻസ്റ്റഗ്രാം കൊണ്ട് നടക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു രൂപയെങ്കിലും ഒരു രൂപ അതെനിക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എനിക്ക് അതിനകത്ത് ചോദിക്കാൻ ആൾക്കാരുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ എന്താ പറയുക, എനിക്ക് ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലയെന്നല്ല, ഞാൻ അത്രയും ഡൗണായിപ്പോൾ ഒരു സ്റ്റേജുണ്ട്. എൻ്റെ കയ്യിൽ ഇന്ന് വരാൻ പോലും എൻ്റെ ക്യാഷ് ഇല്ലായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഓരോരുത്തർ വിളിക്കുക, എടാ ഒരു 100 രൂപ ഉണ്ടോ, ഒരു 200 രൂപ ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് എനിക്ക് തന്നത് എൻ്റെ കയ്യിൽ അതിന് പോലും ഇല്ല. ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഈ കേസായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഞാനിതിൻ്റെ മുകളിൽ കിടന്ന് ഞാനാണ് അനുഭവിക്കുന്നത്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഈ ചെയ്ത വ്യക്തിയോ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കിടന്നിട്ട് അനുഭവിക്കാം. ഞാൻ എന്താ പറയുക, ഞാൻ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, എന്തായി ഞാനിതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ പറയുന്നത് ഞങ്ങൾ വിളിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് കമൻറ്റ്സ് കാണുന്ന സ്ഥിതിക്ക് ഈ ഒരു കമൻറ്റ് നെഗ്ലക്റ്റ് ചെയ്ത് കളയായിരുന്നില്ലേ എന്ന് പറയാം. അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് കളയുന്നുണ്ടല്ലോ, നെവർ മൈൻഡ് ആയിട്ട് കളയുന്നത് മാത്രമല്ല, ഇവൻ അതിൽ ഒരു എന്താ പറയുക, ഞാനത് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമൻറ്റിൻ്റെ താഴെയും പോയിട്ട് ഇവളൊരു പുണ്ടച്ചിയാണ്. ആലോചിച്ചൊക്കെ ഞാൻ വിട്ടൊരു കേസാണ്. ആ GF ഞാൻ വിട്ടു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് എന്നെ അങ്ങനെ ഒരു തെറി വിളിക്കേണ്ട ആവശ്യം? വീട്ടിലിരിക്കുന്ന അമ്മേനെ വിളിക്കുമോ അങ്ങനെ? അല്ലെങ്കിൽ അനിയത്തീനെ വിളിക്കുമോ, ചേച്ചീനെ വിളിക്കുമോ? ഇല്ല. എന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്യാൻ ആ വ്യക്തി നോർമലായിട്ടുള്ളൊരു തെറി വിളിച്ചു. അതിലാണ് ഇവൾ ഇത്ര പ്രശ്നമുണ്ടാക്കിയത് എന്നൊക്കെ വന്നിരുന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങളൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? പിന്നെ ഒരു ചേട്ടൻ പറഞ്ഞതാണ്, അവൾ അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടല്ലേ
ഞാനൊരു കാര്യം ചോദിക്കാം ചേച്ചിനോട്, പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കാം, പിഴച്ച പറ്റത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൊട്ടും. അത്രയും നേരം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂ കൂട്ടിയിട്ടല്ലാതെ ആ ഒരു വോയിസിൽ അവൻ എന്നെ വിളിച്ചിട്ടില്ല. എന്നിട്ട് ഈ നല്ലവനായ പുത്രനുണ്ടല്ലോ, മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവനിപ്പോൾ ന്യായീകരിക്കുന്നത് ഞാൻ ഇവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആദ്യം പോയി വിളിച്ചു. എനിക്ക് ഇവനോട് എന്ത് ബന്ധമാണുള്ളത്? ഞാനിവൻ്റെ ആരാണ്? എനിക്കറിയില്ല ഇവനെ. എനിക്ക് പേഴ്സണലി ഒരു ബന്ധവും ഇല്ല. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യൻ എന്തിനെന്നോട് ഇത്രമാത്രം എന്നെ ഇത്രയും തെറി വിളിച്ചു? ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാനാണ് തെറി വിളിച്ചത്, ഞാനാണ് അങ്ങനെ പറഞ്ഞത്, ഞാനാണ് ഇങ്ങനെ പറഞ്ഞത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്കെന്തിനാണ്? ഞാൻ ഇന്നേ വരെ അറിയാത്തൊരു മനുഷ്യനെ അങ്ങോട്ട് എന്നിട്ട് ഞാൻ തെറി വിളിക്കാനൊന്നും നിന്നിട്ടില്ല. ഇപ്പം നിങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം വന്നിട്ട് തെറിയാണോ വിളിച്ചത്? അല്ല. എത്ര നല്ലപോലെ നമ്മൾ സംസാരിച്ചത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് എന്തിനാണ് അറിയാത്തൊരു വ്യക്തിനെ നിങ്ങളെ മുന്നിലേക്ക് ഇട്ട് തരേണ്ട ആവശ്യം? ഞാൻ അത്രയും സഹിച്ചു. അത്രയും ഞാൻ ആ റൂമിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ സൈഡൊന്നും മുടിയില്ല. ഞാൻ ഇപ്പോൾ കവർ ചെയ്ത് വെച്ച് ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക. ഈ ഒരു സൈഡ് എനിക്ക് മുടിയില്ല. എന്നിട്ട് പറയുവാണ് അനദർ ദീപക്. ഞാൻ ഷിംജിതയാണ് പോലും. ഷിംജിത അങ്ങോട്ട് പോയി തട്ടിയതുപോലെ ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എൻ്റെ ഒരു കമൻ്റ് ഇടുമോ എന്ന് ചോദിച്ചതല്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എത്ര മിണ്ടാതിരിക്കണം? ഫേക്ക് അക്കൗണ്ടുകളാണ് മിക്കവാറും. ഫേക്ക് കേസുകളിൽ നിന്ന് കമൻറ്റ് വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന അറിയാം, ഞാൻ വീഡിയോ ചെയ്യുന്ന അറിയാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് കമൻറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു കമൻറ്റ് തുടങ്ങിയത് ഒരു ജനുവരി 30 തൊട്ടാണ്. ഈ പറഞ്ഞ വ്യക്തി എന്നെ തെറി വിളിച്ച വോയിസുകളൊക്കെ വരുന്നത് 29-ാം തീയതിയാണ്. ജനുവരി 30-ാം തീയതി തുരാന്ന് പറഞ്ഞ വൃത്തികെട്ട കമൻസ്. ആദ്യം എന്നെ പറഞ്ഞു, പിന്നെ എന്നെ കുറേ ബോഡി ഷെയിം ചെയ്തു, പിന്നെ പ്രൈവറ്റ് പാർട്ടിനെ പറ്റി പറയലായി, പിന്നെ അമ്മ, അനിയത്തി അങ്ങനെ ചെയ്യും. എന്ത് മനുഷ്യന്മാരാണ്. അല്ല, ഇവർക്കെല്ലാം റിപ്ലൈ കൊടുക്കുന്നത് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടാണോ? ആർക്ക്? ഈ ഹിന്ദിക്കാർക്കോ? ഇന്നേ വരെ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഇന്നേ വരെ അവരും എനിക്ക് എന്താ പറയുക പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ചിട്ടില്ല. പിന്നെ കമന്റ്സ്, താഴെ വരുന്ന കമന്റ്സ് ആണോ ഇതൊക്കെ പ്രൈവറ്റ് പാർട്ടിനെ പറ്റി പറയുന്നത്? സഹി ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു തിരിച്ചു വിളിച്ചാൽ അങ്ങ് തീരുമല്ലോ, തിരിച്ചു വിളിച്ചു. പക്ഷെ ഇത് നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തിരിച്ചു പറഞ്ഞൊരു സമാധാനം കിട്ടും, നിർത്തിപ്പോകും നമ്മൾ വിചാരിക്കത്തില്ലേ. പിന്നെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതിലായിക്കോട്ടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. ഒരു കമൻറ്റ് എന്താണ്, കോപ്പി പേസ്റ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ എക്സിൻ്റെ കൂടെയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്, അത് ഞാനൊരു ഫേക്ക് അക്കൗണ്ടിലിടും, അത് ഞാനൊരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു നീ ചെയ്യ്, നിൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ചെയ്, എനിക്കെന്താണ്? ഇവനെങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പോകാനൊന്നുമില്ല. എന്താ ഇതിനൊക്കെ പറയണ്ടേ? ഞാൻ ചെറിയ രീതിക്ക് ഇതിനൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വലിയൊരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ലാസ്റ്റ് എൻ്റെ അമ്മേനെ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ കരയുന്നുണ്ട്, എൻ്റെ കണ്ണുണ്ടല്ലോ, കണ്ണ് നിറഞ്ഞിരിക്കുക. എനിക്ക് അത്രയും ദേഷ്യം വന്നു. എന്ത് പറയാനാ, എനിക്ക് പറയാൻ വാക്കുകളില്ല ആ വ്യക്തിയെക്കുറിച്ച്. ആരാന്ന് ഇപ്പോഴും പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഹിന്ദിക്കാരാണ്, വിളിക്കുമ്പോൾ UP-യിലുള്ളവരാണ് പറയുന്നത്. ഞാൻ വേഗം UP-യിലുള്ളവർക്കൊക്കെ എന്നോട് എന്താ എത്ര ദേഷ്യം. അപ്പോൾ ഉറപ്പാണോ ഇവൻ തന്നെയാണ്? ഇപ്പം നിലവിലൊരു വ്യക്തിയെ കണ്ടുപിടിച്ചല്ലോ. നിലവിലൊരു വ്യക്തി എന്ന് പറയാൻ ഇവൻ എന്താ പറയുക, അക്കൗണ്ടിലൂടെ എന്നെ തെറി വിളിച്ചു. അതുവരെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഫുള്ള് ഒരു 9 മിനിറ്റുള്ള ഒരു റെക്കോർഡുണ്ട്. അത് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു. പേഴ്സണലി മെസ്സേജ് ചെയ്തു. പേഴ്സണലി മെസ്സേജ് അയച്ചത് കണ്ടിട്ടില്ലായിരുന്നു. ഫുള്ള് തെറി വിളിച്ചുകൊണ്ടുള്ള മെസ്സേജായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വന്ന മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യണ്ട, നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. ഈ ഒരു ഇഷ്യൂ തുടങ്ങിയത് എപ്പോഴാണ്?
തുടങ്ങിയത് ഡേറ്റ് ഒന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ന്യൂ ഇയറിന് ജനുവരി 1 ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ലീവ്ലെസ് പോസ്റ്റ്, സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു GF ഇട്ടു. ഞാൻ പറഞ്ഞു എന്താ പറയുക, എന്തോന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു, അത് ഞാൻ അവിടെ വിട്ടു. പിന്നെ എന്നെ തിരിച്ചെന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ആക്കിയില്ല. പക്ഷെ പിന്നെ ആര് കമൻറ്റ് ഇട്ടാലും ഇവളൊരു പുണ്ടച്ചിയാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഞാനിത് പിന്നെയാണ് ഞാനത് നോക്കുമ്പോഴാണ് കാണുന്നത് ഈ കമൻറ്റ്സ്. അപ്പോൾ തന്നെ ഞാൻ പ്രതികരിച്ചു, വീഡിയോ ഇട്ടു. അപ്പോൾ ആൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ജോലി ഗൾഫിൽ പോകാനിരുന്ന ജോലി നിൻ്റെ വീഡിയോയും കൂടി കണ്ടപ്പോൾ പോയി. എന്താ പറയുക, 6 ദിവസത്തേക്ക് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യരുത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്തിൻ്റെ ആവശ്യം, ഞാൻ എന്തിനാണ് പിന്നെയും നിൻ്റെ വീഡിയോ ചെയ്യുന്നത്, അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഞാൻ നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യം, എനിക്ക് ഇനിയും അങ്ങനത്തെ രീതിയിലുള്ള കമൻറ്റ് വന്നാൽ മാത്രമേ, നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നാൽ ഞാൻ പ്രതികരിക്കും, നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഞാൻ ഇനിയും പ്രതികരിക്കും, അല്ലാതെ എനിക്കിനി പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഭയങ്കര ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ ആയിരുന്നു, പാവം പോലെയായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ പണി പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. പക്ഷേ ഇവൻ വന്നിട്ട് പിന്നെ ഞാൻ SBIൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് തെറിയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മോ, അന്ന് സംസാരിച്ച അവനാണോ പിന്നെ സംസാരിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും മാന്യനായിരുന്നു. മാന്യം പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാണ് വിളിച്ച കുട്ടിയെ, എൻ്റെ അടുത്തുണ്ട് റെക്കോർഡ് ഇപ്പോഴും. കേൾപ്പിച്ചെന്നാൽ നിങ്ങൾക്ക് എന്നെ കേൾപ്പിക്കല്ലേ മുളയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് വിളിച്ചിട്ടുണ്ട്. അവൻ്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും. എന്താ ഞാൻ പറയേണ്ടത്, നിങ്ങളെന്നെ പറ. എങ്ങനെയുണ്ട് വോയിസ്, കൊള്ളാവോ? ഇവൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊന്നും വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴാണ് ഞാൻ ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുമായിരുന്നു ഞാൻ വീട്ടിൽ പോയി അടിച്ചാൽ. എനിക്ക് പറ്റുമായിരുന്നു സത്യമായിട്ടും. എനിക്ക് എന്താ പറയുക, എൻ്റെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്നൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല. ബസ് ടിക്കറ്റ് എടുത്ത് അങ്ങ് കയറിപ്പോയി അടിക്കണം. ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, പോയി 2 കൊടുക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ലായിട്ട് അവനാണ് ചെയ്തതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനടിക്കണം. അല്ലാതെ ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അല്ല, ഇപ്പം ഫേക്ക് അക്കൗണ്ട് ആണോ അറിയില്ല. ഫേക്ക് അക്കൗണ്ട് വന്നത് പോട്ടെ, ഈ വോയിസ് ഇതിനെങ്കിലും കിട്ടണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഈ ഇത്രയും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടും ഈ ഒരാളെ വിളിപ്പിക്കാൻ നമ്മുടെ കേരള പോലീസിന് പറ്റുന്നില്ലേ? കേസ് കൊടുത്തു ഇവിടെയും കൊടുത്തു, എന്താ പറയുക, കൊച്ചിയിലും കൊടുത്തു, അല്ലാതെ കൊച്ചിയിലാണോ ആദ്യം കൊടുത്തത്? കൊച്ചിയിൽ ഫോട്ടോ ഇല്ല, റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സാമട്ടായിരുന്നു. പക്ഷെ കോഴിക്കോട് കൊടുത്തപ്പോൾ പിന്നെ അവരെ വിളിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ എന്താ പറയുക ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേ, ഇന്ന വോയിസ് അയക്കാമോ, അല്ലെങ്കിൽ ഇയാളെ പേഴ്സണലി അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും പരിചയമുണ്ടോ ഞങ്ങൾ തമ്മിൽ? തോന്നുന്നുണ്ടോ പരിചയമുണ്ടെന്ന്? കുറച്ചു നേരം മുന്നേ വിചാരിച്ചിരുന്നത് എക്സ് എങ്ങാനും ആയിരിക്കാം ഇട്ടിട്ട് പോയതിന്റെ. എൻ്റെ ലൈഫിൽ ഇത്രയും വൃത്തികെട്ടൊരു എക്സ് എനിക്ക് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാവാൻ പോലുമില്ല. ഇത്രയ്ക്കും ഇങ്ങനൊരു ജന്മത്തിൽ ഞാൻ അടുപ്പിക്കത്തില്ല എൻ്റെ ഭാഗത്തേക്ക്. എന്ത് പറയാനാ.